ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ ഇതുവരെയാണ് നമ്മൾ ചെയ്തത്. അത് കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് പുൽക്കൂട് കളർ ചെയ്തെടുക്കാം. അതിന് വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്ത് ഒരു ആഷ് കളർ ആക്കിയെടുത്ത് അത് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം പെയിൻറ് ചെയ്തെടുക്കാം. കൂടെ പച്ച കളറും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. വീടിനൊക്കെ ഈ ഒരു ലൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കളർ ചെയ്തതിന് ശേഷമുള്ള പുൽക്കൂട്. ഇനി പച്ചപ്പിൻ്റെയും ഉണങ്ങിയ ചെടിയുടെയും ഒക്കെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഫ്ലവർ ഒക്കെ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ചില്ലേ, അതാണ് നമ്മൾ എടുക്കുന്നത്. അത് കുഞ്ഞു കുഞ്ഞു തരികളാക്കി മാറ്റിയെടുക്കാം. കൂടാതെ മണ്ണ് അരിച്ചെടുത്ത് അതും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാപ്പിലൊക്കെ ഫെവിക്കോൾ തേച്ച് കൊടുത്ത് അതിനുശേഷം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ വെള്ളച്ചാട്ടം ഒന്ന് കളർ ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു പാലമാണ്. അതിന് 2 കമ്പുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിൽ കുറച്ച് പലകകൾ വെച്ചു കൊടുക്കാം. കാർഡ്ബോർഡ് മുറിച്ച് ടിഷ്യൂ ഒട്ടിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പലകയൊക്കെ. പാലം റെഡി ആയിട്ടുണ്ട്. ഇനി 4 വശത്തും 4 തൂണുകൾ വെച്ച് കൊടുത്ത് കളർ ചെയ്തെടുക്കാം. കൂടെ 2 സ്റ്റെപ്പ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ടവറിലൊരു വിൻഡോ വെച്ച് കൊടുക്കാം. ഇനി കുഞ്ഞു കുഞ്ഞു പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നമുക്കൊരു ഏണി ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭരണിയാണ്. അതിന് കുറച്ച് ക്ലേ എടുത്ത് ഭരണിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം.
വെച്ച് കൊടുക്കണം. ശേഷം കളർ ചെയ്തെടുക്കാം. അതുപോലെ ഒരു ബോക്സും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ 4 തൂണുകൾ ഫിക്സ് ചെയ്ത് അതിൽ കുറച്ച് വിറകും വെച്ച് കൊടുക്കാം. ഇത് കൂടാതെ കുറച്ച് വിറക് കെട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞു കാളവണ്ടി സെറ്റ് ചെയ്യാം. നമ്മളുടെ പുൽക്കൂടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാച്യൂസ് എല്ലാം ചെറിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറിയ പുൽക്കൂടും അതിന് ചേരുന്ന പ്രോപ്പർട്ടീസും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കയ്യിലുള്ള സ്റ്റാച്യൂസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പുൽക്കൂട് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കാളവണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് തടി കഷ്ണങ്ങൾ കൂടി വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ കിണറിന് വേണ്ട കുഞ്ഞു തൊട്ടിയും കയറും കപ്പിയും ഉണ്ടാക്കിയെടുക്കാം. ഒരു കച്ചിയുടെ കെട്ടും വെച്ച് കൊടുത്തു. കൂടാതെ തൊഴുത്തിൽ കുറച്ച് കച്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വഴിയിൽ ഒരു ഗേറ്റ് വെക്കണം. കുറച്ച് ബോർഡ് പീസസ് കട്ട് ചെയ്ത് ഷേപ്പ്ലെസ് ആയി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കളർ ചെയ്തെടുത്തു. ഇനി അത് ഫിക്സ് ചെയ്യാം. വഴിയിൽ 2 വശത്തും 2 തൂണുകൾ കൂടെ വെച്ച് കൊടുത്തു. ഒരു കുഞ്ഞു മേശ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് മരമാണ്. അതിന് ധാരാളം ശിഖരമുള്ള ഒരു ചുള്ളിക്കമ്പെടുത്ത് ഫെവിക്കോൾ തേച്ചതിന് ശേഷം സ്പോഞ്ചിൽ മുക്കിയെടുക്കാം. 2 കളർ മിക്സ് ആക്കി ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. മരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാം. അതിന് ക്ലേ ഉപയോഗിച്ച് കുറച്ച് വേരുകൾ കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് കുഞ്ഞു മരങ്ങൾ കൂടെ വെച്ച് കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ്. ഇത് ഒരെണ്ണം ഇവിടെ വെക്കാം. ഒന്നിവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇവിടെയും വെച്ച് കൊടുക്കാം. അടുത്തത് നമ്മുടെ പുഴയിൽ കുറച്ച് കുഞ്ഞു കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളച്ചാട്ടം ഉണ്ടാക്കണം. അതിന് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. വാസ്ലിൻ ആണെങ്കിലും മതിയാകും. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അതേ ഹൈറ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഉണങ്ങിയ ശേഷം ഇങ്ങനെ പതുക്കെ പൊളിച്ചെടുക്കാം. ഇതിനി ഇവിടെ ഒട്ടിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ഫീൽ കിട്ടാൻ അവിടെ ഇവിടെയൊക്കെ ഗ്ലൂ തേച്ച് കൊടുക്കാം. നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാച്യൂസ് എല്ലാം വെച്ച് കൊടുത്ത് ലൈറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്യാം. ചെറിയ പുൽക്കൂട് ആയതുകൊണ്ടാണ് നമ്മൾ വാൾക്കയർ പുട്ടി ഉപയോഗിച്ചത്. 2 ബോക്സാണ് നമുക്കിതിന് ചിലവായിട്ടുള്ളത്. വലിയ പുൽക്കൂടാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ എമൗണ്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ വാൾക്കയർ പുട്ടി ആയിരിക്കും കുറച്ചുകൂടെ ഈസി.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.